ഒന്നുകൂടെ. ഗുഡ് ഈവനിങ് ഡാഡി. അനുചേച്ചി എല്ലാ ഗെയിമിലും എന്നെ തോൽപ്പിച്ചു. അടുത്ത ഗെയിമിൽ ഞാനാ ജയിക്കും, ഷുവർ. ഇവൾക്കപ്പുറത്ത് ജോലിയൊന്നുമില്ലേ? 100 തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് യതീഷിനെ അവളുടെ കൂടെ മിങ്കിൾ ചെയ്യിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. അനി, എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടില് അനിയന്മാരുടെ കൂടെ വഴക്കൂടുമ്പോഴാ ശകാരം കേൾക്കുന്നത്. എന്താ ഇങ്ങനെ എന്നോട്? അതൊന്നും സാരില്ല, മോളുവാ, ആയ ചോറ് വിളമ്പ. വേണ്ട, എല്ലാവരുടെയും കൂടെ മതി. അവരൊക്കെ പിന്നെയല്ലേ കഴിക്കൂ. എനിക്കും അപ്പം മതി. പറയണത് കേക്കുവാനി, നല്ല കുട്ടിയല്ലേ. എന്താ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചാൽ ഇറങ്ങൂല്ലേ? എനിക്ക് വിശപ്പില്ല, ഒന്നും വേണ്ട. പോകുന്നിടത്തൊക്കെ അവളെ കെട്ടി എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതല്ല, 1 മാസത്തോളം നമ്മളിവിടെ ഉണ്ടാവില്ലല്ലോ. പ്രായമായി വരുന്ന കുട്ടിയാണ്. അവളിവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട്. ജനനം അതല്ലേ, ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും കാര്യമൊക്കെ ശരിയാ. ആരെങ്കിലും കേട്ടാലെന്താ, എന്നെ അങ്ങ് വിഴുങ്ങുമോ? ലതേ, വേറൊരുത്തന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്. എന്റെ മാനം കാക്കാൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവളെ മോളെ എന്ന് വിളിക്കാന്നല്ലാതെ അവളെ മോളെപ്പോലെ കരുതാൻ എനിക്ക് പറ്റില്ല. എനിക്കെന്നല്ല, ആർക്കും. അതറിഞ്ഞു പെരുമാറാൻ നിനക്കാവില്ലെങ്കിൽ എന്തിനാ എപ്പോഴും ഇങ്ങനെ? അന്നേ മരിക്കാൻ തുനിഞ്ഞ് എന്നെ തടഞ്ഞ് എനിക്കൊരു ജീവിതം തന്നെ ഇതിനായിരുന്നു. എപ്പോഴും ഇങ്ങനെ ശവത്തിലിട്ട് കുത്താൻ. ലതേ, ആഗ്രഹിക്കാണ്ട് പിറന്ന കുട്ടിയെ സ്നേഹിക്കാൻ കഴിയാതെ മോളെന്ന് വിളിക്കേണ്ടി വരുന്ന ഒരമ്മയുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അനിതയെ കാണുമ്പോഴേ എനിക്ക് പേടിയാ. ഞാൻ പറയുന്നത് കേൾക്കൂ. അവൾ ഇവിടെ തന്നെ നിന്നോളും. ആയുണ്ടല്ലോ കൂട്ടിന്. വിനോദ്, അനി എന്താ ഇവിടെ? വെറുതെ. എന്താ അനി? ഒന്നുമില്ല. എനിക്ക് വീട്ടിൽ പോണെന്നേ ഇല്ല. എന്തിനാ പോയിട്ട്? വിനുവിനറിയോ? ഞാൻ എന്റെ ഡാഡിയുടെ മോളല്ലാന്ന്. ഡാഡി കല്യാണം കഴിക്കുന്നതിന് മുൻപ് മമ്മിയുടെ വയറ്റിൽ ഞാനുണ്ടായിരുന്നു. എനിക്ക് ആരുമില്ല വിനു. അനി, നമ്മൾ രണ്ടുപേരും ഒരുപോലെയാ. എന്റെ അമ്മ മരിച്ചതിൽ പിന്നെ വീടെന്ന് പറഞ്ഞാ എനിക്കിഷ്ടേയല്ല. വിനുവിന് ഡാഡി ഇല്ലേ? അച്ഛനുണ്ട്. പക്ഷേ അച്ഛനോട് മാത്രമേ ഉള്ളൂ ഇഷ്ടം. പിന്നെ ചെറിയമ്മയോടും. ചെറിയമ്മയ്ക്കോ? അയ്യേ, വൃത്തികെട്ടത്. എനിക്ക് അവരെ കണ്ടേ കൂടാ. ഒരു വക ചിരിയും കുഴച്ചലും വഷള് അറക്കിയ ചെയ്യ. ചിലപ്പോഴൊക്കെ അവര് ഞാനിതെങ്ങനെയാ അനിയോട് പറയാ? അടുത്ത് വന്ന് ഇങ്ങനെ മുട്ടി ഒരുമി നിൽക്കും. എന്നിട്ട് കയ്യെടുത്ത് മേത്ത് വെക്കും. അസത്ത് പഴുതാര മേത്ത് കയറുന്ന പോലെയാ എനിക്കപ്പോ. വിനുവിനൊരു തട്ട് വെച്ചു കൊടുക്കാൻ മേലായിരുന്നോ? പിന്നില്ലാണ്ടാ. മഴയുടെ ഭാവം ഉണ്ടെന്നാ തോന്നണേ. നേരം വൈകിയ അനി അന്വേഷിക്കില്ലേ? അവിടെ ആരുമില്ല. മമ്മിയും ഡാഡിയും രതീഷും ഊട്ടി പോയി. ആയും ഞാനും മാത്രമേ ഉള്ളൂ. എന്നെ അന്വേഷിക്കുന്നുണ്ടോ? ആ, അന്വേഷിക്കട്ടെ. വാ.
എന്നാ ഉടുപ്പഴിച്ച് പിഴിഞ്ഞ എവിടെ? അപ്പുറത്ത് മാറി. ഞാൻ എന്താ എവിടെയല്ലേ നിൽക്കുന്നേ? നോക്കൂല. എന്നാ വേണ്ട, ജലദോഷം പനിയും പിടിച്ചോട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ എവിടെയാ? വിശക്കണില്ലേ? ഇപ്പൊ എന്താ ചെയ്യാ? എവിടെയെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും കുടിക്കായിരുന്നു. വല്ലാണ്ട് വിശക്കണുണ്ടോ? എനിക്കും അതെ. അനിക്ക് കണ്ണിനെ കറക്കാൻ അറിയോ? കറക്ക്? ആ, ഇല്ല, ഞങ്ങളുടെ അവിടെ കറക്കാറില്ല. പിന്നെ കുപ്പിയിലെ പാല് വരെ. എന്തിനാ കറക്കണേ? പാല് കുടിക്കാൻ. അയ്യേ, കാച്ചാണ്ടയോ? അല്ല, കാച്ചി പഞ്ചസാരയും ബോൺവിറ്റി ഇട്ട് തരാം. എങ്ങനെ കറക്ക? എനിക്കും അറിയില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം.
അനിയും വിനുവാ. എവിടെയുള്ളതാ? അങ്ങ് ദൂരെ. ഇവിടെ എന്തിനാ വന്നേ? വെറുതെ. വെറുതെയോ? വിശന്നിട്ടാ. ഈ കാട്ടിൽ ഇതെങ്ങനെ വന്നു? അത് വഴിതെറ്റി വന്നതാ. മിടുക്കി. കള്ള തെമ്മാടികള് ഇഷ്ടം കൂടിയിട്ട് പുറപ്പെട്ടു പോന്നല്ലേ? അയ്യേ. കഞ്ഞി മുഴുവനും കുടിച്ചോ? ഇല്ല, മുഴുവനും കുടിച്ചില്ല. ഇനി വേണോ? വേണ്ട, മതി. സാരമില്ല, വിശന്നിട്ടല്ലേ? കുടിച്ചോ? നിറഞ്ഞു. ഓവോ. ആട്ടെ, ഇനി എന്താ പരിപാടി? ഞങ്ങൾ പോയിക്കൊള്ളാം. എവിടേക്ക്? കഴുത കുട്ടികള് ഈ കാട്ടിൽ ഇനി എവിടെ പോവാനാ? ഇവിടെ നിക്ക, ഞാൻ എന്റെ മൂപ്പരോടും ചോദിക്കട്ടെ. ദേ, അപ്പുറത്ത് 2 പിള്ളേര് വന്നിട്ടുണ്ട്. ഇഷ്ടം കൂടിട്ട് ഒളിച്ചോടി പോന്നതാ. ഇച്ചിരിച്ചേ ഉള്ളൂ. പൊട്ടി പിള്ളേരാ. എന്താ ഇപ്പൊ വേണ്ടേ? നമുക്കൊരു കൂട്ടാവൂല്ലേ ഇവിടെ നിർത്തിയാല്? ഇല്ലില്ല, കുഴപ്പക്കാരല്ലെന്നാ തോന്നണേ. ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്റെ ഭർത്താവിനോട് വർത്താനം പറഞ്ഞ് എത്തി നോക്കുകയാണല്ലേ? ഇല്ല. മൂപ്പര് പറഞ്ഞു ഇനി നിങ്ങൾ എങ്ങും അയക്കണ്ടെന്ന്. ഇവിടെ കൂടിക്കോ, ഞങ്ങൾക്കൊരു കൂട്ടായി. തോന്നിവാസം ഒന്നും കാട്ടാണ്ട് അടങ്ങി കഴിയോ? ഇല്ലെങ്കിൽ ചെവി പൊന്നാക്കും ഞാൻ. പണ്ട് ഒത്തിരി നാളുകൾക്ക് മുൻപൊരു കാലം, ഒരു പെണ്ണിന് 4-5 ആണുങ്ങളും ഒരാണിന് 4-5 പെണ്ണുങ്ങളും ഉണ്ടായിരുന്ന കാലം. അതെങ്ങനെയുണ്ട്? മുണ്ടൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. പൂട്ടിയേ ആയുള്ളൂ. അപ്പോഴേക്കും അതെങ്ങനെയാണെന്ന് അറിയണം അല്ലേ? നിങ്ങൾ കേട്ടോ? പൊട്ടി പിള്ളേരാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങള് എനിക്കങ്ങ് കലി കയറി. കഥ പറയാൻ നിന്നില്ല, ഞാനിങ്ങി പോന്നു. പിന്നെ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നിങ്ങളിവിടെ ഉറങ്ങാണ്ട് കാത്തിരിക്കല്ലേ? കഥ പറഞ്ഞിരുന്നാലോ? കുറച്ചുകൂടെ അങ്ങോട്ട് നീ കിടന്നേ. വേണ്ട കേട്ടോ, പിള്ളേരെ അപ്പുറത്തുള്ളതാ. അവരുറങ്ങിട്ടൊന്നും ഉണ്ടാവില്ല. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഇവരാണോ ആ കുട്ടികൾ? അതെ അതെ, ഇവര് തന്നെ. എവിടെയാ വീട്? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാൽ? ഓ, അതങ്ങ് കുറച്ച് ദൂരെയാ. വെറുതെ പേടിപ്പിക്കാതെ മേജറേ, പിള്ളേരല്ലേ. ചേച്ചി എന്റെ കോട്ടേജിൽ വരാമെന്ന് പറഞ്ഞിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങളൊന്ന് നോക്കണ്ടേ? എന്റെ മേജറെ, ഇവര് വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് ഇണങ്ങാതെ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുക? ഇന്ന് ഏതായാലും വരാനിരിക്കായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോവാം. നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരുക്കി വെക്കൂ. സാധനങ്ങളെല്ലാം അകത്തുണ്ട്. ഞാനിവിടെ അടുത്താ താമസം. ഇടയ്ക്ക് കോട്ടേജിലിട്ട് വരണം. പിന്നെ അതെ, ഞാനും നമ്മുടെ മേജറുടെ അവിടെ വരെ പോയിട്ട് വരാം. പിള്ളേർ ഒറ്റയ്ക്കാ. ശരി, അകത്തേക്ക് പോയിക്കോളൂ. ഞാൻ പോയിട്ട് വരാം പിള്ളേരെ. ഓക്കെ. വിനുവിനറിയോ എന്ത്? എന്തെങ്കിലും ഉണ്ടാക്കാൻ? ഇനിയിപ്പോ എന്താ ചെയ്യാ?
ആന്റി വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണല്ലോ. എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എങ്ങനെ? എങ്ങനെയെങ്കിലും. എരിവ് കൂടിപ്പോയി. കുറച്ച് പഞ്ചസാര ഇട്ടാ മതി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കഴുത കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? നല്ല രുചിയുണ്ട് ആന്റി. രുചിയുണ്ട്. അറിയില്ലെങ്കിലേ പറഞ്ഞാ പോരെ. മാറോടുന്ന പോടാ വെളിയില്. വിനു, ഇത് കണ്ടോ? നിലത്തിടുന്നതാ. എന്താ അത്? ആന്റി പാവം ദേ മുറിഞ്ഞിരിക്കണു. വല്ലാതെ നോന്നുണ്ടാവും. സാരമില്ല, മരുന്നരച്ചു പുരട്ട. തത്തച്ചീ മോളൂട്ടി മോക്കിതാ കൂടുണ്ടാക്കുന്നു. Come on, children. Come, come. എങ്ങനെയുണ്ട് ഈ കാട്? ആര് വന്ന് വിളിച്ചാലും ഇവിടെ വിട്ടു പോകരുത്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ഇവിടെ. വരൂ. നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട. ഇപ്പൊ കാപ്പി കുടിച്ചതേ ഉള്ളൂ. ഓൾ റൈറ്റ്. വേണ്ടെങ്കിൽ വേണ്ട. നോ ഫോർമാലിറ്റീസ്. ഒളിച്ചോടി പോകുന്നതാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് പെട്ടത് നന്നായി. നാട്ടിലേക്കാളും മനസമാധാനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് നടക്കാം. കമോൺ.